പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നമസ്കാരം, വന്ദനം. മരണാനന്തര ജീവിതം നാം ആരും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും നമ്മൾ ഒടുവിലായി എത്തിച്ചേരേണ്ട ശാശ്വത വാസസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരമാണ് നമുക്ക് ഈ ലോകത്തിൽ മരിക്കുന്നതിന് മുൻപ് സമ്പാദിക്കേണ്ടത്. അതുകൊണ്ട് മരണശേഷം മനുഷ്യൻ എങ്ങോട്ടാണ്, അതിനുശേഷമുള്ള നമ്മുടെ അവസ്ഥകൾ എന്താണെന്ന് ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നാം ഓരോരുത്തരും അറിഞ്ഞിരുന്നാൽ ഭക്തിസാന്ദ്രമായ ഒരു ജീവിതം നമുക്കുണ്ടാകും. മരണത്തെ ഭയപ്പെടുകയല്ല, മരണത്തെ നാം നേരിടുന്നത് എவ்விதമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മരണഭയം യേശു കാൽവറി കുരിശിൽ മരിച്ച് ആ മഹാ ഉയിർത്തെഴുന്നേൽപ്പെന്ന സംഭവത്തോടുകൂടി ഇല്ലാതെയായി. എന്നാൽ ഇന്നും മരണഭീതികളിൽ അടിമകളായ നാം ഓരോരുത്തരും വിടുവിക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് മരണമെന്ന് കേൾക്കുമ്പോൾ കയ്യും കാലൂട്ടടിക്കുന്നത്. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരം കേട്ടാൽ ഒന്നുമെനിക്കിനി വേണ്ട പാരിൽ. കണ്ണും മിഴിച്ചു ഞാൻ വായും പിളർന്നങ്ങ് മണ്ണോടു മണ്ണായി ചേർന്നിടുമേ. പ്രിയപ്പെട്ടവരെ, അഭിജ്ഞന്മാരായ ആളുകളുണ്ട് ഈ ലോകത്തിൽ. ഇത് സംബന്ധിച്ച് അവഗാഹമായി പഠിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്ന മഹാന്മാരുണ്ട്. അതിലൊരാളുടെ പേരാണ് റിട്ടയർഡ് DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഏത് വേദികളും അങ്ങർക്ക് കയ്യിലിട്ട് അമ്മാനമാടുവാൻ കഴിയത്തക്ക വിധത്തിലുള്ള ജ്ഞാനവും ബഹുവിധ പാണ്ഡിത്യവും ഉണ്ടെന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഹൈന്ദവ വേദികളും ക്രൈസ്തവ പ്രസംഗവേദികളും അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങളുടെ വഹല്ല് പറയുന്ന പ്ലാറ്റ്ഫോമുകളും കൈയടക്കി മഹാനായ അലക്സാണ്ടർ സർ ഇന്ന് ജീവിച്ച് മുന്നേറുമ്പോൾ അദ്ദേഹത്തെ ഖണ്ഡിക്കാനും ആളുകളുണ്ട്. അതങ്ങനെയാണല്ലോ. പക്ഷെ അവഗാഹമായി കൂലങ്കഷമായി തിരുവെഴുത്തുകളെ ആധാരമാക്കി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമുണ്ടാകുകയില്ല. അവൻ ദൈവവചനം എപ്പോഴും ഹൃദയസ്ഥമാക്കി മുന്നോട്ട് പോകുന്നവനാണ്. അലക്സാണ്ടർ സാറിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എടുക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള, എങ്കിലും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ ഓരോ ഭാഗത്ത് നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം. ആ കുട്ടിക്ക് എന്താ കുട്ടി പഠിക്കും എന്ന് 2000 വർഷത്തിന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിക്ക് ഇടുന്ന പേര് ഭഗവാന്റെ അമ്മയുടെ പേരും ഭഗവാന്റെ ശ്രീലിംഗമാണ് എന്ന് പറയുമ്പോൾ നമ്മളിതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്രിസ്ത്യാനികൾക്ക് വലിയ ദേഷ്യമായി, ഈ ജ്യോത്സ്യവും മറ്റേ ജ്യോതിഷവും ഒക്കെ. പക്ഷേ അതിലെ ശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിഗംഭീരമായ ശാസ്ത്രമാണ്. അപ്പൊ ഈ ഭൂതം അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായ ചില സംഭവങ്ങളുണ്ട്. ഞാൻ താമസിക്കുന്നത് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ വേണാട് രാജാവിന്റെ കൊട്ടാരമാണ്. വേണാട് രാജാവിന്റെ 1830 സ്വാതിനാൾ ഈ തലസ്ഥാനം തിരുവനന്തപുരത്തിന്റെ കവടിയാലോട്ട് മാറ്റുന്നത്, അങ്ങാരുടെ ഭാര്യയുടെ താമസ സൗകര്യത്തിനായിട്ട്. അപ്പൊ ഈ താമസിച്ചിരുന്ന സാധനവും പീരങ്കി മൈതാനവും ഒക്കെ, പീരങ്കി മൈതാനം കോളേജായി, ഇത് റെയിൽവേ സ്റ്റേഷനായി. അപ്പൊ ഇവര് വേണാട് രാജാക്കന്മാർ രാജകുമാരികളൊക്കെ മരിക്കുമ്പോൾ അവരെ ഭസ്മമാക്കിയിട്ട് അവരെ ആ കൊട്ടാരത്തിന്റെ ബാക്കിലുള്ളൊരു സ്ഥലത്താണ് പ്രതിഷ്ഠിച്ചത്. ആ സ്ഥലം റെയിൽവേ ലൈൻ 4 വർഷത്തിന് മുമ്പ് എക്സ്പാൻഡ് ചെയ്തു. മീറ്റർ
ബ്രോഡ് ഗേജ് ആക്കിയപ്പം ഒരു 15 മീറ്റർ സ്ഥലവും കൂടി റെയിൽവേ ലൈൻ എടുത്തു. അപ്പം ഇവരെ സംസ്കരിച്ചിരുന്ന ആ സ്ഥലമാണ് ഇളക്കിയത്. ഇളക്കിയപ്പോൾ അവിടുന്ന് ആത്മാക്കൾ പുറത്തു വന്ന് പല വീട്ടിലും കുഴപ്പമാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഡ്രൈവർ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടി ചായ അങ്ങ് തെറിച്ചു പോയി. എൻ്റെ പോലീസുകാരൻ ഡ്രൈവർ കയറി ഊഞ്ഞാലിരുന്നു. ഭൂതം വന്നിട്ട് 10 അടി മേപ്പോട്ടും 10 അടി എതിർവശത്തോട് മേപ്പോട്ടും ഇയോളോട് നിലവിളിക്കുക. പോലീസുകാരനാ നിലവിളി. എല്ലാവരോടും ഓടിച്ചെന്ന് ഊഞ്ഞാല് പിടിച്ച് നിർത്തി. ജോലിക്കാരെ കിടക്കുന്ന മുറി വന്ന് കൊട്ടിയിട്ട് എന്താടി അവിടെ കിടന്നുറങ്ങുന്നത് കൊട്ടുക. ജോലിക്കാരൊക്കെ ആകെ പേടി. പുരുഷത്തിലേ വിളിക്കുന്നത്. അപ്പോഴ് ഞാൻ 2ാം നില ലൈബ്രറിയിൽ നിന്ന് വായിക്കും. അപ്പം എൻ്റെ ഭാര്യയുടെ ശബ്ദത്തിൽ എൻ്റെ സൈഡിൽ വന്ന് സംസാരിക്കുക. ഞാൻ നോക്കിയപ്പോൾ ജെല്ലിക്കൂടെ നോക്കിയപ്പോൾ ഭാര്യ താഴെ തുണി കഴിയിട്ട് വിരിച്ചോണ്ടിരിക്കുക. ഭാര്യയാണ് എൻ്റെ സൈഡിൽ നിന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, ആത്മാവാണെന്ന് മനസ്സിലായി. അപ്പം എൻ്റെ മകള് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, താഴെ പോയി എൻ്റെ മോടെ കൂടെ കിടന്ന് ഉറങ്ങിക്കുക. കാര്യം മോള് ഒറ്റക്കൊള്ള പോയി ഭൂതം വല്ലം വന്നാൽ മോള് ചിലപ്പോൾ പേടിച്ചു പോകും. ഭാര്യ താഴെ പോയി. ഞാൻ മുകളിൽ ലൈബ്രറിയിൽ നിന്ന് വായിച്ചിട്ട് ലൈബ്രറിയോട് ചേർന്നുള്ള മുറി ഞാൻ വന്ന് ഉറങ്ങാനായിട്ട് ഉറങ്ങി. രാത്രിയായപ്പോൾ കഥ തുറന്നൊരു സ്ത്രീ അകത്ത് കയറി. അപ്പം ഞാൻ വിചാരിച്ചു നേരം വെളുത്തു, ഭാര്യ താഴത്തെ നിലയിൽ നിന്ന് മേളി വന്നാന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ 2:30 മണി ആയിട്ടുള്ളൂ. അപ്പോൾ 2:30 മണിക്ക് എന്തായാലും ഭാര്യ മേളി വരാൻ സാധ്യതയില്ലല്ലോ. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയുടെ നീളവും അല്ല വീതിയല്ല ഈ വന്ന സ്ത്രീക്ക്. അപ്പോൾ ഒരു കാരണവശാലും പുറത്തൊരു സ്ത്രീ 2ാം നില എൻ്റെ മുറി വരാൻ ഒക്കെയില്ല. ഒരു കാരണവശാലും വരാൻ ഒക്കെയില്ല. ഒരു രീതിയിൽ എൻട്രി ഇല്ല അവിടെ. അപ്പം ഞാൻ കാലിനടിയിലോട്ട് നോക്കി. ഭൂതമാണെ കാല് തറയെ തുറത്തില്ലല്ലോ, മനുഷ്യനല്ലേ കാല് തറ. ഇപ്പൊ തറയെ നരടി പൊങ്ങി നിൽക്കുക ഈ സ്ത്രീ. അപ്പം എനിക്ക് മനസ്സിലായി ഭൂതമാണ്. ഞാൻ ബാസ്റ്റർഡ് മണ്ണോ ഇംഗ്ലീഷ് ഒരു ചീത്ത വിളിച്ചു. ഈ ഭൂതത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇംഗ്ലീഷുകാരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആത്മാവാ. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. മലയാളത്തിൽ മറ്റേ ചീത്ത വിളിച്ചപ്പോൾ ഭൂതം ഡം എന്നൊരു ശബ്ദം കേട്ടിട്ട് അങ്ങ് ഡിസപ്പിയർ ചെയ്തു. അപ്പൊ എൻ്റെ മുറിയും തൊട്ടപ്പുറത്ത് മുറി കംപ്ലീറ്റ് പുകയായി. അപ്പൊ എനിക്ക് ഭൂത്തൊന്നും പേടിയില്ലല്ലോ. ഞാൻ നേരെ ടോർച്ച് എടുത്തിട്ട് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആയോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. ഇലക്ട്രിക് സർക്യൂട്ട് ഒന്നും അല്ല. ഞാൻ സുഖമായിട്ട് വന്നിട്ട് ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞ് മോള് പോയപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ഭൂതം വന്നിരുന്ന അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു വന്നു. ഭാര്യ പറഞ്ഞു, അയ്യോ എൻ്റെ മുമ്പ് എങ്ങനെ ഭൂതം വന്നാൽ എനിക്ക് പിടിച്ചിരിക്കാനൊക്കത്തില്ല, ഞാൻ പേടിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ ഒഴിപ്പിച്ചേക്കാം. അപ്പം ഞാൻ തിരുവനന്തപുരം കൊളത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് പ്രസിദ്ധനായ ഒരു പവറുള്ള ഒരാളുണ്ട്, ബാലകൃഷ്ണൻ നമ്പൂരി. അദ്ദേഹത്തെ വിളിച്ചു. അതുകൊണ്ട് ഞാൻ സാറിൻ്റെ വീട്ടിൽ വരാമെന്ന്. ഞാൻ കാർ അയച്ചു കൊടുത്തു. അദ്ദേഹം നേരെ എൻ്റെ വീട്ടിൽ വന്നു. ഏത് വർഷമാണ് സാർ ഈ കഥ? 2 കൊല്ലത്തിന് മുമ്പ്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും വലിയൊരു ഇല്ലമുണ്ട്, വെട്ടിക്കോട്ട് സർപ്പാരാധനയുടെ കേന്ദ്രം. അപ്പൊ അവിടുത്തെ ഇപ്പോഴത്തെ തലമുറ ഒരു ഉണ്ണി നമ്പൂരിയുണ്ട്. വെട്ടിക്കോട്ട് പൂജ നടത്തുന്ന വിനായകൻ നമ്പൂരിയുടെ മോൻ ഉണ്ണി നമ്പൂരി 20 വയസ്സാവും. ഞാൻ വിനായകൻ നമ്പൂരി വിളിച്ചിട്ട് ഈ ഉണ്ണി ഒന്ന് വിടാമെന്ന് ചോദിച്ചു. അത് വിടാമെന്ന് പറഞ്ഞു. 2 പേരും വന്നു. തറയിൽ പയൊക്കെ വിരിച്ചിട്ട് ഈ പൂജ തുടങ്ങുന്ന വിളക്കം അങ്ങോട്ട് കത്തിച്ച് 5 തിരി. ഭൂതം മുതൽ ഒറ്റ ഊതിൽ 5 ഒന്ന് അണച്ചത്. വീണ്ടും ബാലകൃഷ്ണൻ നമ്പൂരി വിളക്ക് കത്തിച്ചു. വീണ്ടും ഭൂതം മുതൽ ഒറ്റ ഊത് 5 തിരിയെ അണച്ചു. ബാലകൃഷ്ണൻ നമ്പൂരിനോട് പറഞ്ഞു, സാറേ ഈ ഭൂതം ഇച്ചിരി കട്ടി ഭൂതമാണ്, ഞാൻ എൻ്റെ മന്ത്രം പ്രയോഗിക്കാൻ പോവാണെന്ന്. അദ്ദേഹം ഡ്രൈവറെ വിളിച്ചു, എടോ ഞാൻ ഇതിനെ ആവാഹിച്ച് കൊണ്ടുവരും, നീ എന്നൊരു അക്ഷരം മിണ്ടിയേക്കരുത്, ഡോർ തുറന്ന് വെച്ചേക്കണം, കാരണം ഡോർ തുറന്ന് പിടിച്ചേക്കണം, ഞാൻ അകത്ത് കയറും, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരാന്നവരെ നീ മിണ്ടരുതെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം മന്ത്രം കൊണ്ട് ചൊല്ലിയിട്ട് വിളക്ക് കത്തിച്ചു. അപ്പൊ ഇദ്ദേഹം 2 കളിമണ്ണ് കൊണ്ട് ഒരു പുരുഷ പ്രതിമയും ഒരു സ്ത്രീ പ്രതിമയും ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങോട്ട് ആവാഹിച്ചപ്പോൾ ഉണ്ട് 5 ആത്മാക്കളെ വരുന്നത്. പുരുഷനാത്മാക്കൾ 2, സ്ത്രീ ആത്മാക്കൾ 2. അതായത് ഈ ജോലിക്കാരുടെ അവിടെ പോയി കൊട്ടുന്ന പുരുഷ ആത്മാവാണ്. എന്നെ ഭാര്യയുടെ ശബ്ദത്തിൽ വിളിക്കുന്നത് സ്ത്രീ ആത്മാവാണ്. പിന്നെ ഒരു കുട്ടി ആത്മാവുണ്ട്, അത് പെൺകുട്ടിയാണ്. ഈ ആത്മാവിനെ കണ്ടനെ ഈ ആൺ പ്രതിമയിലോട്ട് ലയിപ്പിച്ചു.
ഈ 2 സ്ത്രീകളെ പെൺകുട്ടിയെയും കൂടെ ഈ സ്ത്രീ രണ്ട് കയ്യിൽ ഇതിനെ പിടിച്ചോണ്ട് ഇദ്ദേഹം മന്ത്രം ചൊല്ലി നേരെ കാറിനടുത്ത് എന്നിട്ട് അയാളെ വാതിൽ തുറന്നു അകത്ത് കയറി. അപ്പോൾ ഞാനിവിടെ എൻ്റെ കാറിനടുത്തുനിന്ന് പുറകെ പോയി. അപ്പോൾ കൊല്ലത്തുള്ള പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അവിടെ കൊണ്ടുപോയി എനിക്ക് അങ്ങ് അകത്തോട്ട് കയറാൻ വയ്യ. അപ്പോൾ ഇദ്ദേഹം അകത്തോട്ട് കയറിയിട്ട് ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഈ 5 എണ്ണം ഇനി ഇവിടുന്ന് വിട്ടേക്കല്ല ഭഗവാനെ, അങ്ങ് ഇവിടെ പിടിച്ചിട്ടേക്കണം, നാട്ടുകാരെ ശല്യം ചെയ്യുന്ന 5 എണ്ണം, പണ്ടത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെയാണ് വെച്ചേക്കണം. അദ്ദേഹം റിവേഴ്സിൽ നടന്നു വന്നു, പ്രശ്നം தெரியாതെ റിവേഴ്സിൽ നടന്ന് ഗേറ്റിന്റെ പുറത്തിറങ്ങി. എന്നിട്ട് ഞങ്ങള് അദ്ദേഹത്തിന്റെ കാറിൽ കയറി മന്ത്രം ജപിച്ചോണ്ട് വീട്ടിൽ വന്നു. ഞാൻ പുറകെ കാറോട് തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പൊ 2 കൊല്ലമായി, ഒരു ശല്യമില്ല, ഒരു ഭൂതമില്ല. അയലോക്കത്തെ വീട്ടിൽ വന്നോട്ട് ഭൂതം പോയി. തൊട്ട് പുറകിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടറെ വീട്ടിൽ ഭൂതം നിന്ന് ശല്യം ചെയ്യുമായിരുന്നു, ഒരു പ്രശ്നമില്ല. അപ്പോഴ് ഇത് ഭൂതമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടത് കൊണ്ടും കേട്ടത് കൊണ്ടും വിശ്വസിക്കുന്നു. ഇതൊരു നിരീശ്വര വിശ്വാസി വിശ്വസിക്കുമോ? ഇല്ല. ഇത് ആസ്ട്രൽ ബോഡി എന്ന് പറയുന്ന ഒരു ഫിലോമിനാണ് ഈ വരുന്നത്. അപ്പോൾ 2 പേരും ഒരേ സ്ഥലത്തിരുന്നാൽ ഈ ആസ്ട്രൽ ബോഡിയെ കാണണമെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പാരാസൈക്കോളജിക്കൽ സ്റ്റാൻഡ് തലച്ചോറിനുണ്ടെങ്കിലേ കാണാൻ പറ്റും. തൊട്ടപ്പുറത്തേക്ക് നിരീശ്വര വിശ്വാസിക്ക് ഒരിക്കലും ഈ ആസ്ട്രൽ ബോഡിയെ കാണാൻ പറ്റില്ല. ഒരു സംശയം, എല്ലാ മനുഷ്യർക്കും ഇത് കാണാൻ പറ്റും? പറ്റില്ല. 100 പേരെ എടുത്താൽ ഈ ചിന്ത കൊണ്ടോ ധ്യാനം കൊണ്ടോ തപസ് കൊണ്ടോ യോഗാസനം കൊണ്ടോ ഒരു പാരാസൈക്കോളജിക്കൽ ലെവലിൽ എത്തുന്ന ഒരാൾക്ക് മാത്രമേ ഈ ആത്മാവിനെ കാണാൻ പറ്റൂ. ഫീൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. അല്ല, ഒരു സാധാരണക്കാരന് ഫീൽ ചെയ്യാൻ പറ്റുമോ? സാധാരണക്കാരൻ ഫീൽ ചെയ്യാൻ പറ്റില്ല. ആസ്ട്രൽ ബോഡിയെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ആളിന് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അദ്ദേഹത്തിനുണ്ടായ ഒരനുഭവം അദ്ദേഹം വിവരിച്ചിരിക്കുകയാണ്. രാജകുമാരനായാലും ശരി, രാജകുമാരിമാരായാലും ശരി, മരിച്ചവരിവിടെ നിന്ന് പോവുകയാണ്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഈ പോകുന്നത്? ഇവരിലുള്ള അംശങ്ങൾ എന്താണ്? അത് വിവരിക്കുന്ന ഒരു ഗ്രന്ഥം ഭൂമിയിലുണ്ടെങ്കിൽ ബൈബിൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം തൻ്റെ അനുഭവങ്ങളെല്ലാം പഴയ മഹർഷിമാർ എഴുതിയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി മാന്ത്രിക ശക്തിയുടെ ബലം പ്രദർശിപ്പിക്കപ്പെട്ട തൻ്റെ ജീവിതാനുഭവങ്ങളാണ് മുൻപോട്ട് വച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും താല്പര്യമുള്ളവർക്ക് ഇത് രസകരമാണെങ്കിലും അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കൂട്ടരുണ്ട് ലോകത്തിൽ. അതിന്ന് കൂടുതലും ഈ ആധ്യാത്മിക പരിവേഷം ചാർത്തി നടക്കുന്ന പണ്ഡിത അഭിമാനികളാണ്. ചില ആളുകളുണ്ട് ഒന്നും അറിയാതെ തന്നെ ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. അത് വയറിൻ്റെ പ്രശ്നമാണ്. നമുക്കതിലോട്ടൊന്നും കടക്കേണ്ട. മരണാനന്ത ജീവിതത്തിൽ പ്രധാനമായി നാം പഠിച്ചിരിക്കേണ്ട വിഷയങ്ങൾ എന്താണെന്ന് അറിയുക തന്നെ. ഇതിന് ശേഷം ഞാൻ ഹല്ലേലൂയ സാങ്കുട്ടി ഇദ്ദേഹത്തെ വിമർശിച്ച ഒരു എപ്പിസോഡും നിങ്ങളെ കാണിക്കും. ഇതിച്ചിരി സമയമെടുത്ത് പഠിക്കേണ്ട വിഷയമാകയാൽ നിങ്ങൾ വിരോധിക്കരുത് പ്രിയരെ. പ്രാർത്ഥനയോട് നമുക്ക് ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മൾക്ക് അവശ്യവിജ്ഞേയമായൊരു വിഷയമല്ലേ. നമ്മുടെ മൂക്കിൽ ഒരു ദിവസം പഞ്ഞി വെക്കുകയല്ലേ, അതിനുശേഷം നാം ഒന്നും അറിയുന്നില്ല എന്നല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എല്ലാം അറിയണം. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു ഗ്രന്ഥം ധാരാളം വിറ്റഴിഞ്ഞു. ഞാനതിൻ്റെ പരിഷ്കരിച്ച ഒരു പതിപ്പ് ദൈവം അവസരം തരികയാണെങ്കിൽ, ഇല്ല, ഞാൻ ധാരാളം അത് സംബന്ധിച്ച് പ്രസംഗിക്കുന്നുണ്ട്, എഴുതുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ദൈവഹിതത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
ഞാനിതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടന്നാൽ പോരെ? അതുവരെ നിങ്ങൾക്ക് വന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless.